പൗരത്വത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ കത്തിവെച്ചിരിക്കുകയാണ്. അതാണ് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി. ഇവിടെ രാജ്യത്ത് നമ്മുടെ അയൽപക്കത്തുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അഭയാർത്ഥികളായി വരുന്നവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പൗരത്വം നൽകുക, അത് മിക്ക രാഷ്ട്രങ്ങളും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പൗരത്വത്തിന് അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഘട്ടത്തിലും മതം അടിസ്ഥാനമാക്കി വെക്കാറില്ല. മതത്തിൻ്റെ ഭാഗമാക്കി പൗരത്വം നിശ്ചയിക്കാറില്ല. അഭയാർത്ഥികളുടെ കാര്യത്തിൽ മതവിവേചനവും ഒരു രാഷ്ട്രവും നടത്താറില്ല. ഇതാണ് പൊതുവെ ലോകത്ത് കാണുന്ന കാഴ്ച. നമ്മൾ അതിൽ നിന്നാണ് മാറിയത്. നമ്മുടെ നിലപാട് പരിഷ്കൃത ലോകത്തിന് ചേർന്നതല്ല. ഈ അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നു. അഭയാർത്ഥികളിൽ 6 കൂട്ടർക്ക് പൗരത്വം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിം അടക്കമുള്ളവർ ഒഴിവാണ്. യഥാർത്ഥത്തിൽ പൗരത്വ നിയമ ഭേദഗതി മുസ്ലിമിനെ ഒഴിവാക്കി പൗരത്വം നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു ഭേദഗതിയാണ് എന്താണ് പൊതുവെ ആളുകൾ കാണുന്നത്. ലോകത്ത് പരിഷ്കൃത രാഷ്ട്രങ്ങളൊന്നും ചെയ്യാത്ത ഒരു കാര്യം ഇന്ത്യ ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ കനത്ത പ്രതിഷേധം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റിയതാണ്. പക്ഷേ അമേരിക്കക്ക് ഈ നടപടിയെ അപലപിക്കേണ്ടി വന്നു. ഒട്ടേറെ രാഷ്ട്രങ്ങൾ ഈ നടപടിയെ അപലപിച്ചു. ഐക്യരാഷ്ട്രസഭ പോലുള്ള ലോക സംഘടനകൾ ഇതിനെ അപലപിച്ചു. നമ്മുടെ രാജ്യത്ത് കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു. ആ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ കേരളത്തിന് നിൽക്കാൻ കഴിഞ്ഞു. ഈ നിയമ ഭേദഗതി വന്ന ഉടനെ തന്നെ കേരളത്തിൻ്റെ ശബ്ദം ആദ്യമുയർന്നു. അത് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനമായിരുന്നു. അവിടെ നിർത്തിയില്ല. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണിത്. അതുകൊണ്ട് തന്നെ നാടാകെ ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്ന് കണ്ടു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പ്രതിഷേധ സംഗമം തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്നു. പ്രതിപക്ഷ നേതാക്കളും എല്ലാം അതിൽ പങ്കെടുത്തു. നാടിൻ്റെ ഒരു പരിച്ഛേദം, വിവിധ സാമൂഹ്യ സംഘടനകൾ എല്ലാവരും അതിലുണ്ടായി. അവിടെയും നിന്നില്ല. പ്രത്യേക നിയമസഭാ യോഗം വിളിച്ചു. അവിടെ
ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഏകണ്ഠമായി അംഗീകരിച്ചു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഹാജരുണ്ടായിരുന്നു. കേരള ഗവൺമെന്റ് ഈ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. നിങ്ങളിൽ പലരും പങ്കെടുത്ത മനുഷ്യച്ചങ്ങല LDFിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നമ്മുടെ നാടിൻ്റെ കനത്ത പ്രതിഷേധം വിളിച്ചറിയിക്കും വിധം സംഘടിപ്പിച്ചു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഘട്ടം വരെ കോൺഗ്രസ് ഈ പരിപാടിയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി. എന്താ കാരണം? ആർക്കും അറിയില്ല. വേണമെങ്കിലൊരു കാരണം അവർക്ക് പറയാമായിരുന്നു. സർക്കാർ ഞങ്ങളെ വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല, സഹകരിപ്പിച്ചില്ല. അപ്പോൾ ഈ സർക്കാരുമായി യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്നവർക്ക് പറയാമായിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് പറയാൻ പറ്റിയില്ല. കാരണം അത്തരമൊരു കാര്യവും ഉണ്ടായില്ല. പിന്നെ എന്തേ അവര് പിൻവാങ്ങാൻ കാരണം? കേരളത്തിലെ KPCCയുടെ അധ്യക്ഷൻ നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കേന്ദ്ര നിയമം നടപ്പാകാതിരിക്കുമോ എന്ന് പരസ്യമായി ചോദിച്ചു. എത്രമാത്രം ചരിത്ര നിഷേധമുള്ള ചോദ്യമാണത് എന്ന് നാം കാണണം. എന്താ കാരണം പിൻവാങ്ങാൻ? ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല, നിങ്ങൾ പിൻവാങ്ങണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. അതിനനുമാനം മാത്രമാണ്. പക്ഷേ അതല്ല എന്ന് ഇതേവരെ അവരാരും പറഞ്ഞിട്ടില്ല. ഇതാണ് നാം കാണേണ്ടത്. എന്തുകൊണ്ടാണ് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം അത്തരമൊരു നിലപാടെടുത്തിരിക്കുമെന്ന് പറയുന്നത്? നമ്മുടെ അനുഭവം തന്നെയാണ്. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ, ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അത്തരം ഒന്നിനെതിരെ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നു. ഏറ്റവും കനത്ത പ്രതിഷേധം ഡൽഹിയിലായിരുന്നു. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും CPIMൻ്റെയും CPIയുടെയും ജനറൽ സെക്രട്ടറിമാർ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെയൊരു വലിയ നിര, ഇവരെല്ലാം അറസ്റ്റ് ചെയ്തു. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ പട്ടികയിൽ ആരെങ്കിലും കണ്ടോ? എന്താണ് കോൺഗ്രസ് അതിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ കാരണം? ഇവിടെ ഡൽഹിയിലുണ്ടായ അനുഭവം, ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചു വിട്ടു. ആ അക്രമികൾക്ക് പോലീസ് സംരക്ഷണം ഒരുക്കുകയായിരുന്നു. ഇരകളെ കേസിൽപ്പെടുത്തുക, അതിനെ ചോദ്യം ചെയ്യാൻ ഇടതുപക്ഷം മാത്രമേ ഉണ്ടായുള്ളൂ. അവിടെ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേരുണ്ടായി. ഏതെങ്കിലും
കോൺഗ്രസ് നേതാവിൻ്റെയോ ബന്ധമുള്ള ആളുടെയോ പേരതിലുണ്ടായോ? എന്താണ് ഇതിൽ നിന്നാകെ മാറി നിൽക്കാൻ കാരണം? പോട്ടെ, ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യമാണ്. ഇപ്പോ ഈ നിയമം നടപ്പാക്കാനുള്ള ചട്ടം കൊണ്ടുവന്നു. ആ ചട്ടം കൊണ്ടുവന്നപ്പോൾ രാജ്യത്താകെ പ്രതിഷേധമായി. ഒരഭിപ്രായം ഇതേവരെ കോൺഗ്രസിന് പറയാൻ കഴിഞ്ഞോ? ഇതിന് സംശയിക്കാനൊന്നുമില്ലല്ലോ. നല്ല വ്യക്തതയല്ലേ? രാജ്യത്തിന്റെ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നു എന്നതിനെ ലോകരാഷ്ട്രങ്ങൾക്കടക്കം തള്ളിപ്പറയേണ്ടി വരികയാണല്ലോ. എന്നിട്ടും കോൺഗ്രസിന് അഭിപ്രായമില്ല. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് ഒരു ദിവസം ഏകദേശം ഈ സമയമാണ് മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി, രാത്രി ആലോചിച്ചിട്ട് പറയാം. എന്തൊരു പരിഹാസമാണെന്ന് നോക്കണം. ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസിനെ പോലൊരു പാർട്ടി സ്വീകരിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി രാജ്യത്തൊരു യാത്ര നടത്തി. എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇതിനെപ്പറ്റി പറഞ്ഞോ? ശബ്ദിച്ചില്ലാലോ. അതിൻ്റെ സമാപനത്തിലെങ്കിലും പറയുമെന്ന് വിചാരിച്ചു, ഉണ്ടായില്ല. പിന്നെ ആളുകൾ പ്രതീക്ഷിച്ചു ഇവിടെ കേരളത്തിൽ വരുമ്പോൾ നോമിനേഷൻ കൊടുത്താൽ ഇവിടുന്ന് പറയുമെന്ന്. അതും ഉണ്ടായില്ല. പിന്നെ ആളുകൾ പ്രതീക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ വരുമല്ലോ, അതിനകത്ത് ഉറപ്പായിട്ടുണ്ടാവും. ഉണ്ടായോ? എന്താണ് ഇല്ലാത്തത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ. അതൊരു പ്രശ്നമല്ലേ? അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കേണ്ടതില്ല എന്നാണ്. എല്ലാ പ്രശ്നങ്ങളും പോലെയുള്ളൊരു പ്രശ്നമാണോ ഇത്? നമ്മുടെ രാജ്യത്ത് ഇതെങ്ങനെ ബാധിക്കും? കോടാനുകോടി ജനങ്ങളെയല്ലേ പ്രതികൂലമായി ബാധിക്കുന്നത്. കോടാനുകോടി ജനങ്ങൾ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് ആശങ്കപ്പെടുകയാണ്. ഈ മണ്ണിന്റെ സന്തതികളാണ് അവര്. തലമുറകളായി ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ ആ ജീവിതം തുടരാൻ പറ്റുമോ? അതാണ് ചോദ്യം. ആ ആശങ്ക വെറുതെ ഉള്ള ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? ദേശീയ പൗരത്വ രജിസ്റ്റർ ആസാമിൽ തയ്യാറാക്കി. എന്താ ഫലം? 19 ലക്ഷത്തോളം പേരാണ് രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് പുറത്തായത്. അത് മുഴുവൻ മുസ്ലിം അല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരാണ് കൂടുതൽ വരിക. എന്താ കാരണം? ആ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഹാജരാക്കേണ്ട ചില രേഖകളുണ്ട്. അതിലൊന്ന് ജനന രജിസ്റ്ററാണ്, ജനന സർട്ടിഫിക്കറ്റ്. കേരളം പോലെയാണ് എല്ലാ നാടും എന്ന് വിചാരിക്കരുത് കേട്ടോ. ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത, വിചാരിച്ചാലും ജനന സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയാത്ത കോടാനുകോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതാണ് നമ്മുടെ രാജ്യം. പിന്നെ കുടുംബ വിവരം, അച്ഛൻ്റെ പേര്, താമസ സ്ഥലം, ജനിച്ച തീയതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കട്ടെ. അതിൻ്റെ പിന്നാലെ തന്നെ അച്ഛൻ്റെ പേര്, അദ്ദേഹം ജനിച്ച തീയതി, എവിടെയാണ് ജനിച്ചത്, അതിൻ്റെ വിവരങ്ങൾ. കേരളം നല്ല വിദ്യാസമ്പന്നരുള്ള നാടാണല്ലോ. ഈ നല്ല വിദ്യാസമ്പന്നരുള്ള നാട്ടിൽ തന്നെ
ഈ പറഞ്ഞ എല്ലാ വിവരവും കൊടുക്കാൻ എല്ലാവർക്കും കഴിയോ? പലർക്കും കഴിയില്ലല്ലോ. അപ്പോൾ പൗരത്വത്തിൽ നിന്ന് പുറത്താകും. ആരൊക്കെയാ പുറത്തായത്? ഒരാൾ ഉദാഹരണം ആസാമിൽ നിന്ന് വന്നു. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി, രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീരനായൊരു സൈനികനാണ്. കാർഗിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം പ്രമാണിച്ച് അദ്ദേഹത്തിൻ്റെ വീരത്വത്തിന് രാജ്യം പുരസ്കാരം നൽകി. പുരസ്കാരമൊക്കെ ലഭിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പൗരത്വമില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ കോടാനുകോടി ജനങ്ങൾ ആശങ്കപ്പെടുന്നതിൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? മുസ്ലിമിനെ രണ്ടാം തരം പൗരന്മാരാക്കി ഉയർത്തുകയാണ്. RSS അജണ്ടയുടെ ഭാഗമായി കൊണ്ടുവന്ന ഒന്നാണിത്. അത് സംഘപരിവാർ അജണ്ടയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അതിനെ എതിർക്കാൻ കഴിയാത്തത്? കോൺഗ്രസിൽ സംഘപരിവാർ മനസ്സുകാർ നല്ല തോതിലാണ് നേതൃതലത്തിലുള്ളത്. അതുകൊണ്ടാണ് എതിർക്കാൻ പറ്റാത്തത്, അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റാത്തത്, ഭാവിയിൽ എന്തു ചെയ്യും എന്ന് പറയാൻ പറ്റാത്തത്. എന്നാൽ രാജ്യത്തെ മിക്കവാറും പാർട്ടികൾ മാനിഫെസ്റ്റോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. CPIM ഇറക്കിയ മാനിഫെസ്റ്റോവിൽ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പമില്ല. ഇതാണ് നാം കാണേണ്ട ഒരു വസ്തുത. നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിന് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്നില്ല. BJP ഗവൺമെന്റ് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഇതുപോലൊരു വർഗീയ അജണ്ട, സംഘപരിവാർ മനസ്സോടെ അതിൻ്റെ കൂടെ നിൽക്കാനാണ് കോൺഗ്രസ് തയ്യാറാകുന്നത്. എതിർക്കാതിരിക്കുന്നതും അഭിപ്രായം പറയാതിരിക്കുന്നതും ആ നടപടിയെ, BJP ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയെ അംഗീകരിക്കുന്നതിനും പിന്താങ്ങുന്നതിനും തുല്യമാണ്. ഇതാണ് നാം കാണേണ്ട അതീവ ഗുരുതരമായ പ്രശ്നം. ഇവിടെ സഖാവ് ആരിഫ് സംസാരിക്കുമ്പോൾ പാർലമെന്റിലെ ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ പാർലമെന്റിൽ ഇത്തവണ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 5 വർഷക്കാലമാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായ ഒരുപാട് സംഭവങ്ങളില്ലേ. ഒരു ദിവസം പെട്ടെന്നാണല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു കടലാസ് ഇങ്ങനെ ഉയർത്തി. ഒറ്റ വായനയാണ്. എന്താ? ഭരണഘടന ഉറപ്പ് നൽകിയ ഭരണഘടനയിലെ 370-ാം അനുച്ഛേദം റദ്ദ് ചെയ്യുന്നു. ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു, സംസ്ഥാനമല്ലാതാക്കുന്നു, അതിനെ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. എന്താണിത്? ഇതിനൊക്കെ രാജ്യത്ത് നിയതമായ ചില മാനദണ്ഡങ്ങൾ പാലിച്ചു പോകേണ്ടതുണ്ട്. ഒരു സംസ്ഥാനത്തെ സംസ്ഥാനമല്ലാതാക്കൽ നിസ്സാരമായൊക്കെ ചെയ്യാവുന്ന കാര്യമല്ല. ഭരണഘടനയിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, ഞങ്ങൾ ആലോചിച്ച് നടപ്പാക്കും. ഇതാണ് BJP സർക്കാരിൻ്റെ നിലപാട്.
എന്താ കോൺഗ്രസ് അതിൽ സ്വീകരിച്ച നിലപാട്? പാർലമെന്റിൽ പ്രതിഷേധം ഉയർന്നു. കോൺഗ്രസിന്റെ ശബ്ദം ഉയർന്നോ? ഇത്തരമൊരു പ്രശ്നത്തിൽ ഉയരേണ്ട തരത്തിൽ ഉയർന്നോ? എന്തേ അവർക്ക് ശബ്ദിക്കാൻ മടി? അവരുടെ ശബ്ദം ഉയരുന്നതായിട്ട് കണ്ടില്ല. സാങ്കേതികമായി എതിർത്തു എന്നൊക്കെ പറയാം, പക്ഷെ ഇതുപോലൊരു പ്രശ്നത്തെ തീവ്രമായി എതിർക്കുമല്ലോ. ആ എതിർപ്പില്ല. എന്താ കാര്യം? രഹസ്യമായി BJPയുടെ ഈ നീക്കം, ഈ നടപടി അഭിനന്ദിച്ച കോൺഗ്രസ് നേതാക്കൾ ധാരാളം. ഇതാണ് നാം കാണേണ്ടത്. സംഘപരിവാർ മനസ്സോടെ നടക്കുന്ന കോൺഗ്രസ് നേതാക്കൾ. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവല്ലേ ഇപ്പോ പ്രകടന പത്രികയിൽ ഈ റദ്ദാക്കിയ 370-ാം വകുപ്പ് പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നില്ല. ആ കാര്യത്തിൽ പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. പിന്നെയോ സംസ്ഥാന പദവിയുടെ കാര്യം പറയുന്നുണ്ട്. എന്തേ ഇത് പറയാത്തത്? ഈ പദവി, പ്രത്യേക പദവി റദ്ദാക്കണം എന്ന് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് RSS സംഘപരിവാറുമാണ്. അവരെ അജണ്ട ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നു. ആ സംഘപരിവാർ മനസ്സിന്റെ ഉടമകൾക്കെല്ലാം അതിനോട് യോജിപ്പ്. ആ യോജിപ്പാണ് കോൺഗ്രസും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതല്ലേ അവസ്ഥ? ഇവിടെ NIA ബില്ലിന്റെ കാര്യം പറഞ്ഞു. UAPA ഭേദഗതി ബില്ല് വന്നല്ലോ. UAPA ഭേദഗതി ബില്ല് വന്നപ്പോ ആ ബില്ല് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത്തരം ബില്ലുകളൊക്കെ ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമാണല്ലോ. കോൺഗ്രസ് BJPയോടൊപ്പം നിന്നത്. ഒരു കരിനിയമം, അത് കൂടുതൽ കരിനിയമമാക്കാനുള്ള ഭേദഗതി ജനാധിപത്യ മനസ്സോടെ അതിനെതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇതല്ലേ പാർലമെന്റിന്റെ അനുഭവം? എത്ര അനുഭവങ്ങൾ! നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയാകെ തകിടം മറിക്കാനുള്ള നീക്കങ്ങളല്ലേ മറ്റൊരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നത്? എന്തു ചെയ്യുമെന്നുള്ള മാനസികാവസ്ഥയാണ്. ഇവിടെ ജനാധിപത്യത്തിന്റെ നെടുംതൂണുകൾ, ഭരണഘടന നിഷ്പക്ഷവും സ്വതന്ത്രവുമായി കാണുന്ന സ്ഥാപനങ്ങൾ, അവയുടെ നിഷ്പക്ഷതയും സ്വതന്ത്രാവസ്ഥയും ഇല്ലാതാക്കി എല്ലാറ്റിനെയും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കണം, എല്ലാം തങ്ങളുടെ കാൽക്കീഴിലാകണം. ഇതാണ് സംഘപരിവാർ നില. അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ സാധാരണഗതിയിൽ ജുഡീഷ്യറിയാണ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഉയർന്ന സ്ഥാപനം. നാം കണ്ടു നമ്മുടെ പരമോന്നത കോടതി, സുപ്രീം കോടതി, അതിലെ പ്രമുഖരായ ജസ്റ്റിസുമാര്, സീനിയർ ജസ്റ്റിസുമാര് സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങി മാധ്യമങ്ങളിലൂടെ ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവര്
അതിന് നിർബന്ധിതമായതാ. ജുഡീഷ്യറിയെ കൈപ്പിടി ഒതുക്കാനുള്ള പല ശ്രമങ്ങൾ നടന്നല്ലോ. ചില ഘട്ടത്തിൽ അതിനെതിരെ സുപ്രീം കോടതിക്ക് പോലും ഇടപെടേണ്ടി വന്നല്ലോ. എല്ലാം നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് സാധാരണ നമ്മളെല്ലാം ഇന്ത്യക്കാർ പൊതുവിൽ വല്ലാതെ ഊറ്റം കൊള്ളാറുണ്ടല്ലോ. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യം ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. നീതിന്യായ വ്യവസ്ഥയിൽ നിഷ്പക്ഷ നടപാടുമോ, നീതിപൂർവം കാര്യങ്ങൾ നിർവഹിക്കുമോ, നിയമവ്യവസ്ഥ ശരിയായ രീതിയിൽ പാലിക്കപ്പെടുമോ, ആശങ്ക ലോകരാഷ്ട്രങ്ങൾ പങ്കുവെക്കുന്നു. ഈ ലോകത്ത് നമ്മളോട് ഏതെങ്കിലും തരത്തിൽ വിരോധമുള്ള ഒരു രാഷ്ട്രമല്ല ജർമ്മനി. പക്ഷേ ജർമ്മനി ആ ആശങ്ക പങ്കുവെച്ചു, അമേരിക്ക ആശങ്ക പങ്കുവെച്ചു, ഐക്യരാഷ്ട്രസഭ ഇതേ ആശങ്ക പങ്കുവെച്ചു. നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുന്നിൽ ഒറ്റപ്പെടുന്ന കാഴ്ച നാം കാണണം. ഇതാണ് അവസ്ഥ. ഇത്തരമൊരു സാഹചര്യമാണ് രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവമാണല്ലോ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടത്തുന്നത്. ഇപ്പൊ എന്താ രീതി? ആദ്യം അറസ്റ്റ്, പിന്നെ ജയിലില്, അതിനുശേഷം അന്വേഷണം. അതിന്റെ ഭാഗമായി കുറ്റപത്രം കൊടുക്കാൻ കഴിയുമെങ്കിൽ കുറ്റപത്രം കൊടുക്കും. നിയമവ്യവസ്ഥയിൽ എവിടെയെങ്കിലും ഇത് കാണാൻ പറ്റുമോ? ഇങ്ങനെയൊരു നില നിയമവ്യവസ്ഥയെ പരിഹസിക്കലല്ലേ? അതും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഒരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ്. കെജ്രിവാള് കോടതിയുടെ മുൻപാകെ പറഞ്ഞു, എനിക്കെതിരെ ഒരു തെളിവുമില്ല, ഇവിടെ എന്നെ ഒരു തെളിവുമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കെതിരെയുള്ള ആകെ തെളിവ് ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്നയാൾ കൊടുത്ത മൊഴിയാണ്. അവിടെയാണ് രസം. ആരാണ് ഈ ശരത്ചന്ദ്ര റെഡ്ഡി? അദ്ദേഹത്തെ 2022 നവംബറിലാണ് ED അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്താണ് പങ്കുവഹിക്കാനുണ്ടായത്? ഒരു വ്യവസായിയാണ്. വ്യവസായി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അദ്ദേഹത്തിൻ്റെ അച്ഛനും വ്യവസായിയാണ്. അപ്പൊ അവർക്ക് ഈ അറസ്റ്റിൽ നിന്ന് ഒഴിവായി ജാമ്യത്തിൽ ഇറങ്ങണം. അപ്പൊ അതിനവർ കണ്ട വഴി ഇലക്ട്രൽ ബോണ്ട് BJPക്ക് നൽകുക. അങ്ങനെ BJPക്ക് ഇദ്ദേഹത്തിൻ്റെ 4 കമ്പനികൾ 55 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി നൽകി. അപ്പോ 2023 മെയ്യില് ജാമ്യാപേക്ഷ ഈ അന്വേഷണ ഏജൻസി എതിർക്കാതിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങി. എന്നാൽ
അദ്ദേഹം പുറത്തിറങ്ങിയത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം മാത്രമല്ല. ഇലക്ട്രൽ ബോണ്ട് ഒരിനം, അതോടൊപ്പം അദ്ദേഹത്തിൽ നിന്ന് ഒരു ഉറപ്പ് സമ്പാദിച്ചു. ഒരു വ്യവസായിയല്ലേ, കേസുമായി മുന്നോട്ട് പോകാൻ സാധാരണഗതിയിൽ ആഗ്രഹിക്കില്ലല്ലോ. നിങ്ങളെ ഒഴിവാക്കാം. നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകിയാൽ മതി. അപ്പോ ഇ ഡി തയ്യാറാക്കിയ മൊഴി കെജ്രിവാളിനെതിരായി ഈ പറയുന്ന റെഡ്ഡി കേസിലെ മാപ്പുസാക്ഷിയാണ് എന്ന് അന്വേഷണ ഏജൻസി രേഖപ്പെടുത്തി കോടതിയിലെത്തിച്ച് കോടതി മുൻപാകെ മൊഴി നൽകുന്നു. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചപ്പോ കെജ്രിവാൾ ചോദിക്കുന്നത്, ഇതിനെന്താണ് വിശ്വാസ്യത? ഒരു പ്രതി, ആ പ്രതിയുടെ കുറ്റസമ്മതം, പ്രതിയെ മാപ്പുസാക്ഷിയാക്കൽ, എന്നിട്ട് അദ്ദേഹത്തിന്റെ വക ഇ ഡിയുടെ മൊഴി അദ്ദേഹത്തിലൂടെ കൊടുക്കുക, അതാണ് വലിയ തെളിവെന്ന് പറയുക. വേറൊരു തെളിവുമില്ല. ഇതിന്റെ മേലെയാണ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണ്, വലിയ ഗൂഢാലോചനയാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. ഇതെല്ലാം കെജ്രിവാൾ കോടതി മുൻപാകെ പറഞ്ഞു. രാജ്യം മാത്രമല്ല, ലോകമാകെ അത് ശ്രദ്ധിച്ചു. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ കടുത്ത പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നു. വലിയ പ്രതിഷേധം. കഴിഞ്ഞ 31-ാം തീയതി ഡൽഹിയിൽ വലിയ റാലി, 10,000-ങ്ങളാണ് പങ്കെടുത്തത്. ആ രാംലീല മൈതാനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും ആളുകൾ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. BJPക്കുള്ള താക്കീതായി ആ റാലി മാറി. എന്നാൽ ആ റാലി കോൺഗ്രസിനുള്ള ഒരു അനുഭവ പാഠം കൂടിയായി. എന്താണത്? കെജ്രിവാളിനെതിരെ ഇ ഡി വരാൻ കോൺഗ്രസ് കൂടി ഒരു കാരണക്കാരാണ്. കോൺഗ്രസ് ഈ കേസിൽ നേരത്തെ ആരോപണം ഉന്നയിച്ചൊരു കക്ഷിയാണ്. മാത്രമല്ല, പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതിയുടെ ഭാഗമായിട്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിലൂടെയാണ് ഇ ഡി എത്തിയത്. ഇ ഡി എത്തി 1 വർഷം മുൻപ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ രാജ്യത്തെ പ്രതിഷേധമായിരുന്നു. കോൺഗ്രസ് എന്താ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചില്ലേ? കോൺഗ്രസ് അപ്പോൾ പറഞ്ഞത്, എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കെജ്രിവാളല്ലേ മുഖ്യ സൂത്രധാരകൻ, അദ്ദേഹത്തെ അല്ലേ കേസിൽപ്പെടുത്തേണ്ടത്? ഇതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന് ഇപ്പോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആ പ്രതിഷേധ റാലിയിൽ കോൺഗ്രസിന്റെ നേതൃനിരയാകെ പങ്കെടുത്തത് സ്വാഗതാർഹമായ കാര്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഒരു വാചകം കൂടി പറയായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, അങ്ങനെ ഒരു രാഷ്ട്രീയ ആർജവം കാണിക്കായിരുന്നു. അതവരുടെ ഭാഗത്തുണ്ടായില്ല. എന്താ അവർ സ്വീകരിക്കുന്നില്ല? കോൺഗ്രസ് ഇതര പാർട്ടികളുടെ നേരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ ഇവർ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൂടെയാണ്. ഇതാണ് ഇതേവരെ സ്വീകരിച്ച സമീപനം. ഇപ്പൊ അതിൽ മാറ്റമുണ്ടോ? ഇതിനു ശേഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സഖാവ് തോമസ് ഐസക്കിനെതിരെ
പ്രസ്താവന നടന്നത് നമ്മൾ കണ്ടില്ലേ? കിഫ്ബി നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളാണല്ലോ കിഫ്ബി ചെയ്തിട്ടുള്ളത്. 80,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിലൂടെ നാട്ടിൽ നടപ്പാക്കാൻ പോകുന്നത്. പക്ഷേ എന്താണ് പ്രതിപക്ഷത്തിന്റെ നില? എന്താണ് കോൺഗ്രസിന്റെ നില? എന്താണ് കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവിന്റെ നില? ഈ നാട് മുടിച്ചത് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കാണെന്നാണ് ഇപ്പൊ നടത്തിയ പ്രസ്താവന. ED തോമസ് ഐസക്കിനെതിരെ നോട്ടീസ്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുകയാണ് കോൺഗ്രസ്. ഇതാണ് അവസ്ഥ. ഈ കേരളം ഒരുപാട് പ്രശ്നങ്ങൾ ഈ കാലത്ത് നേരിട്ടു. ഒന്നിലും കോൺഗ്രസിന്റെ എംപിമാര്, കേരളത്തിലെ എംപിമാര് 20 ലോക്സഭയിൽ, 2 പേരാണ് LDF-നോടൊപ്പം, സഖാവ് ആരിഫും ശ്രീ തോമസ് ചാഴിക്കാടനും. ബാക്കി 18 പേരും മാറി നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അത്തരമൊരു സാഹചര്യം പാർലമെന്റിൽ ഉയർന്നിരിക്കുന്നു. കേരളത്തിന്റെ ശബ്ദം അവിടെ ഉയരുന്നില്ല. കേരളത്തിന്റെ ആവശ്യം അവിടെ ഉയരുന്നില്ല. ഇവർ 5 വർഷക്കാലം നമ്മുടെ നാടിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ചെയ്തത്. BJP സ്വീകരിച്ച കേരള വിരുദ്ധ സമീപനമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ അണിനിരന്നത്. അന്ന് കഴിഞ്ഞ തവണ ഇവരെയെല്ലാം വിജയിപ്പിക്കുന്നതിന് ഇടയാക്കിയ കേരളത്തിലെ ജനങ്ങളും വോട്ടർമാരും ഈ 5 വർഷക്കാലത്തെ വിവിധ ഘട്ടങ്ങളിൽ മനോവേദനയോടെയാണ് ഓരോ ഘട്ടവും കണ്ടത്. വല്ലാത്ത നീറ്റൽ മനസ്സിന്. ഞങ്ങൾ ഇങ്ങനൊരു കൂട്ടരെയാണല്ലോ ജയിപ്പിച്ചത് എന്നാലോചിച്ചിട്ട് അതടക്കം വിലയിരുത്തി ഇന്ന് കേരളത്തിൽ കാണുന്നത് എന്താ? വൻപിച്ച സ്വീകാര്യത LDF-ന്. ജനങ്ങൾ തീരുമാനമെടുത്തു നിൽക്കുന്നു. കേരളത്തിലാകെ LDF-ന് അനുകൂലമായ ശക്തമായൊരു തരംഗം ഉയർന്നു വരുന്നു. ഇതാണ് പൊതുവിൽ കേരളത്തിന്റെ അവസ്ഥ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഈ 5 വർഷക്കാലം ഒരിക്കലും വിഷമബോധമുണ്ടായില്ല. കാരണം നിങ്ങളുടെ എല്ലാം പ്രതീക്ഷക്കനുസരിച്ച് തന്നെ ഉയർന്നു പ്രവർത്തിക്കാൻ സഖാവ് ആരിഫിന് ലോക്സഭയിൽ കഴിഞ്ഞു. നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ദേശീയ പ്രശ്നങ്ങളിലടക്കം നമ്മുടെ നാടിന്റെ ശബ്ദം എന്ന രീതിയിൽ ഉയർത്താനും സഖാവ് ആരിഫിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു പാർലമെന്റ് അംഗം ഇവിടുന്ന് ഉണ്ടായി എന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളും വോട്ടർമാരും. ഇത്തവണ സഖാവ് ആരിഫിനെ അദ്ദേഹത്തിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് കൂടുതൽ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.